അര്യമാവ് തൻ്റെ സ്തുതി തുടരുകയാണ്. കൂർമ്മരൂപിയായ ഭഗവാൻ ഹരിയോടുള്ള സ്തുതി. അനേക രൂപത്തിൽ കാണപ്പെട്ടതും മായാനിർമ്മിതവുമായ ഈ ജഗത്ത് നിൻ്റെ രൂപമാണ്. എന്നാൽ നീ ഇവയൊന്നുമായി ബന്ധമില്ലാത്തവനും ഇവയ്ക്കെല്ലാം അതീതനുമാണ്. അതിനാൽ അസംഖ്യനാമാവും അവാച്യനുമായിരിക്കുന്ന നിനക്ക് നമസ്കാരം. അനേക രൂപത്തിൽ കാണപ്പെട്ടതും മായാനിർമ്മിതവുമായ ഈ ജഗത്ത് മായാനിർമ്മിതമാണ്. മായാനിർമ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രണ വിധേയമാക്കിയതാണ്. പരമമായത് അളവില്ലാത്തതാണ്. അതിന് നിയന്ത്രണവുമില്ല, അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പം അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അളവില്ലാത്തതിനെ അളന്ന് തിട്ടപ്പെടുത്തുകയും നിയന്ത്രണാതീതമായതിനെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തപ്പം അത് ജഗത്തായി തീർന്നു. ആരാ അങ്ങനെ ആക്കിയത്? അത് പരമമായതിൻ്റെ സ്വാതന്ത്ര്യശക്തി. അതിന് സ്വയം പലതാകണം എന്ന് തോന്നിയപ്പോൾ പലതായി. പലതാകണമെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തിയാലേ നിയന്ത്രണ വിധേയമാക്കിയാലേ പലതാവുകയുള്ളൂ. അങ്ങനെ മായാനിർമ്മിതമായ ഈ ജഗത്ത് നിൻ്റെ രൂപമാണ്. അത് അനേക രൂപത്തിൽ കാണപ്പെടുന്നതാണ്. ഞാൻ കാണുന്നത് പോലെയല്ല ലോകത്തെ നിങ്ങൾ കാണുന്നത്. ഒരേ വസ്തുവിനെ തന്നെയാണ് ഞാനും നിങ്ങളും കാണുന്നത് എങ്കിലും അത് ഒരേ രൂപത്തിൽ തന്നെയായിരിക്കും, ഭാവത്തിൽ തന്നെയായിരിക്കും കാണുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും ഒരേ പ്രപഞ്ചത്തെ പല രീതിയിലാണ് കാണുക. അനേക രൂപത്തിൽ കാണപ്പെട്ടതും മായാനിർമ്മിതവുമായ ഈ ജഗത്ത് നിൻ്റെ രൂപമാണ്. ഇത് ഭഗവാന്റെ രൂപമാണ്. ഭഗവാൻ സാന്ദ്രാനന്ദാവബോധാത്മകനാണ്. അപ്പം ഇതെല്ലാം സാന്ദ്രാനന്ദാവബോധാത്മകം ആണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണ്. എന്നാൽ നീ ഇവയൊന്നുമായി ബന്ധമില്ലാത്തവനും. ഇതൊന്നുമായിട്ട് ഭഗവാന് ബന്ധമില്ല. പലതായി എങ്കിലും ഭഗവാൻ വാസ്തവത്തിൽ ഏകനായി തന്നെ നിൽക്കുകയാണ്. ഇവിടെ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുകയാണ്. ഏകമായത് അനേകമായി, പക്ഷെ അനേകമായിട്ടൊന്നും ബന്ധമില്ലാതെ ഏകമായി തന്നെ നിലകൊള്ളുന്നു. എന്നാൽ നീ ഇവയൊന്നുമായി ബന്ധമില്ലാത്തവനും ഇവയ്ക്കെല്ലാം അതീതനും ആണ്. ഇതോരോന്നുമാണ്, ഇതെല്ലാം കൂടിയാണ്, ഇതെല്ലാത്തിനും അപ്പുറവും ആണ്. എന്നാൽ ഇതൊന്നുമായിട്ട് ബന്ധം ഉള്ള ആളും അല്ല. അതിനാൽ അസംഖ്യനാമാവും, എത്ര നാമങ്ങളാണ് നിനക്കുള്ളത് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കാണപ്പെടുന്ന ഓരോന്നും നിൻ്റെ രൂപം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാം നാമങ്ങളും നിൻ്റെ നാമങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നിൻ്റെ രൂപമായതുകൊണ്ട് അതിൻ്റെ എല്ലാ നാമങ്ങൾ നിൻ്റെ നാമങ്ങളാണ്. അപ്പോൾ ഒരു ഭാഷയിൽ തന്നെ ഒരു വസ്തുവിന് പല പേരുകളുണ്ടാവും. പല ഭാഷകളിലായി, പല നാടുകളിലായി ഇത് പല പേരുകളിൽ അറിയപ്പെടുക. ഇതെല്ലാം ഭഗവാന്റെ പേരുകൾ. അപ്പോൾ ഏത് പേര് വേണമെങ്കിലും, ഏതു രൂപം വേണമെങ്കിലും ഭഗവത് രൂപമായിട്ടും നാമമായിട്ടും ധ്യാന വിഷയമാക്കാം. അരൂപിയായിരിക്കുന്ന ഭഗവാനെ രൂപമുള്ളവനായി സങ്കല്പിച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ രൂപത്തിലും ഭഗവാനെ ധ്യാനിക്കാം. ആ ഇഷ്ടമുള്ള ആൾ ഭഗവാനാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണമെന്ന് മാത്രം. അല്ലാതെ ഭഗവാൻ ഇന്ന രൂപത്തിൽ ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ചിത്രങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കണ്ടേ? ഭഗവാന്റെ ശില്പങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കണ്ടേ? ചിത്രം വരച്ചയാളുടെ മനസ്സുമായിട്ട് ആ ചിത്രത്തിന് ബന്ധമുണ്ടാവും. അപ്പം വരയ്ക്കപ്പെട്ട ചിത്രത്തിൽ വരച്ചയാളുടെ ബോധമണ്ഡലത്തിൽ പതിഞ്ഞ രൂപങ്ങളുടെ ഛായ ഉണ്ടാകും. കൊത്തിയ ശില്പിയുടെ മനസ്സിൽ പതിഞ്ഞ മുഖങ്ങളുടെ ഛായ ശില്പത്തിനുണ്ടാകും. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ ഇഷ്ടമുള്ള ഒരാളുടെ രൂപത്തിൽ ഭഗവാനെ കാണാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ കാണാം. ഏത് നാമം ചൊല്ലിയും ഭഗവാനെ
ആരാധിക്കാം. ഈ ബോധം ഉണ്ടാകണം എന്ന് മാത്രം. അതിനാൽ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ചെയ്യാം. അതിനാൽ അസംഖ്യനാമാവും അവാച്യനുമായിരിക്കുന്ന നിനക്ക് നമസ്കാരം. അനി അവാച്യനുമാണ്, വ്യക്തമായിട്ട് ഇന്നതെന്ന് പറയാൻ പറ്റാത്തയാളാണ്. ഇൻഡിസ്ക്രൈബിൾ ആണ് അദ്ദേഹം, ഇൻഡിഫൈനബിൾ ആണ് അദ്ദേഹം. അദ്ദേഹം എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. അപ്പം ആ ഒരു ഭാഗം നമുക്കൊന്നുകൂടെ കേൾക്കാം, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണിത്. അനേക രൂപത്തിൽ കാണപ്പെട്ടതും മായാനിർമ്മിതവുമായ ഈ ജഗത്ത് നിൻ്റെ രൂപമാണ്. എന്നാൽ നീ ഇവയൊന്നുമായി ബന്ധമില്ലാത്തവനും ഇവയ്ക്കെല്ലാം അതീതനുമാണ്. അതിനാൽ അസംഖ്യനാമാവും അവാച്യനുമായിരിക്കുന്ന നിനക്ക് നമസ്കാരം. സ്തുതി തുടരുകയാണ്. പെറ്റുണ്ടാകുന്നതും വിയർപ്പിൽ നിന്നുണ്ടാകുന്നതും മുട്ട വിരിഞ്ഞുണ്ടാകുന്നതും മുളച്ചുണ്ടാകുന്നതുമായ ചരാചരങ്ങളും ദേവർഷികൾ, പിതൃക്കൾ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, സ്വർഗം, ആകാശം, ഭൂമി, ശൈലങ്ങൾ, നദികൾ, സമുദ്രം, ദ്വീപങ്ങൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയും ഒരേ ഒരുവൻ്റെ നാനാനാമരൂപങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കണ്ടാലും ആരെ കണ്ടാലും ഭഗവാനെയല്ലേ കാണുന്നത്. എന്ത് കേട്ടാലും ഭഗവാന്റെ നാമമല്ലേ കേൾക്കുന്നത്. എന്ത് പറഞ്ഞാലും ഭഗവാനെക്കുറിച്ചല്ലേ പറയുന്നത്. എന്ത് ചിന്തിച്ചാലും ഭഗവാനല്ലാതെ വേറെ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പറ്റുക. അപ്പം നമ്മളെ ഈ ഭാഗങ്ങൾ വളരെ അർത്ഥബോധത്തോടുകൂടി നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാംശീകരിച്ച അറിവ് നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും. അപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ ഇത് കാണാൻ സാധിക്കും. നമ്മൾ ഈ കേട്ട അറിവുകൾ അസിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പ്രകടമാകാൻ തുടങ്ങണം. നിത്യജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ആധ്യാത്മികതയല്ല. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണ് ആധ്യാത്മികത. ഇത് അതർ വേൾഡ്ലി അല്ല. ഇപ്പം 4 തരത്തിലുള്ള ജീവജാലങ്ങളാണ് ഉണ്ടാവുക. ചിലത് പെറ്റാണ് ഉണ്ടാവുക, പ്രസവിക്കുകയാണ് ചെയ്യുക. പെറ്റുണ്ടാകുന്നതും വിയർപ്പിൽ നിന്നുണ്ടാകുന്നതും മുട്ട വിരിഞ്ഞുണ്ടാകുന്നതും മുളച്ചുണ്ടാകുന്നതും ജരായുജം, സ്വേദജം, ഉദ്ഭിദം, ഇങ്ങനെയാണ് 4 പെറ്റുണ്ടാകുന്നത്, വിയർപ്പിൽ നിന്നുണ്ടാകുന്നത്, മുട്ട വിരിഞ്ഞുണ്ടാകുന്നത്, മുളച്ചുണ്ടാകുന്നത്, പൊട്ടിമുളച്ച് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവയെല്ലാം മുളച്ചുണ്ടാകുന്നതുമായ ചരാചരങ്ങളും ദേവർഷികൾ, പിതൃക്കൾ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, സ്വർഗം, ആകാശം, ഭൂമി, ശൈലങ്ങൾ, നദികൾ, സമുദ്രം, ദ്വീപങ്ങൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയും ഒരേ ഒരുവൻ്റെ നാമരൂപങ്ങളാണ്. ഈ ഒരു ഭാഗം നമ്മൾ സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക യാത്ര അതിൻ്റെ പരിസമാപ്തിയിലെത്തി. സ്തുതി വീണ്ടും തുടരുന്നു. എണ്ണമറ്റ നാമരൂപവിശേഷങ്ങളുള്ള നിന്നിൽ കപിലാദി വിദ്വാൻമാർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തത്വസംഖ്യകൾ ഏത് തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ടാണോ ഇല്ലാതാവുന്നത് ആ പരമസാക്ഷി സ്വരൂപനായ നിനക്ക് നമസ്കാരം. എണ്ണമറ്റ നാമരൂപവിശേഷങ്ങളുള്ള നിന്നിൽ, നാമരൂപവിശേഷണങ്ങൾ എണ്ണമറ്റതാണ്. അതുകൊണ്ട് ഏത് രൂപത്തിലും ഏതു ഭാവത്തിലും ഏത് ശബ്ദം ഉപയോഗിച്ചും ഈശ്വരനെ ആരാധിക്കാം. അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു രൂപത്തിൽ ഈശ്വരനെ സങ്കല്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതിൽ ചില അക്ഷരങ്ങൾ, ചില ശബ്ദങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടും. ആ ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു മന്ത്രം ഉണ്ടാക്കാം.
എന്നിട്ട് ആ മന്ത്രം ഉപയോഗിച്ച്, അത് നിങ്ങളുടെ പേഴ്സണൽ മന്ത്രമായിരിക്കും, ആ മന്ത്രം ഉപയോഗിച്ച് നിങ്ങൾ ഉരുത്തിരിച്ചെടുത്ത രൂപത്തിൽ ഭഗവാനെ ആരാധിക്കാം. അങ്ങനെയാണ് മഹർഷിമാരെല്ലാം ആരാധിച്ചിരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മന്ത്രത്തിൻ്റെ ഋഷിയാകാം. നമുക്കും അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ തരുന്നത്. എണ്ണമറ്റ നാമരൂപ വിശേഷണങ്ങളുള്ള നിന്നിൽ, ഭഗവാനിൽ എണ്ണമറ്റ നാമരൂപം. അതുകൊണ്ട് മന്ത്രോപദേശത്തിനും മറ്റുമായിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ള ഒരു രൂപത്തിൽ ഭഗവാനെയോ ഭഗവതിയെയോ നമ്മൾ ഉരുത്തിരിച്ച് കൊണ്ടുവരിക, സങ്കല്പിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ശബ്ദങ്ങളെല്ലാം കൂടി ചേർത്ത് അത് ആ ഭഗവാന്റെ രൂപത്തിനുള്ള നാമമാണ് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ജപിക്കുക. ഈശ്വരൻ ആ ഭാവത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടും. പക്ഷെ അത് പരമമായതായിരിക്കില്ല. പരമമായതിനെ നമുക്ക് അറിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് പരിമിതമായതാണ്. പക്ഷെ ആ പരിമിതമായത് നമ്മളെ അപരിമിതമായതിലേക്ക് കൊണ്ടുപോകും. എണ്ണമറ്റ നാമരൂപ വിശേഷണങ്ങളുള്ള നിന്നിൽ കപിലാദി വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ സാഖ്യ വിദ്വാൻമാർ, സാഖ്യ ശാസ്ത്രാദികൾ കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാർ, ഉരുത്തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാർ, കപിലാദി വിദ്വാൻമാർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തത്വസംഖ്യകൾ ഏത് തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ടാണോ ഇല്ലാതാകുന്നത്. കപിലാദി സാഖ്യന്മാർ, പല ശാസ്ത്രവാദികളും പല തത്വങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാശ്മീര ശൈവ സമ്പ്രദായം അനുസരിച്ച്, വാസ്തവത്തിൽ അത് കാശ്മീര ശൈവ സമ്പ്രദായത്തിൻ്റേതല്ല, സൈദ്ധാന്തിക ശൈവ സമ്പ്രദായത്തിൻ്റേതാണ്. 36 തത്വങ്ങൾ, 24 തത്വങ്ങൾ, 25 തത്വങ്ങൾ, 26 തത്വങ്ങൾ, അങ്ങനെ സാഖ്യയോഗത്തിൽ ചില തത്വങ്ങൾ ഏറ്റിയും കുറച്ചും അതിൻ്റെ സംഖ്യയ്ക്ക് വ്യത്യാസം വരുത്തും. അങ്ങനെ പല പണ്ഡിതന്മാർ തത്വങ്ങളുടെ സംഖ്യ പലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പലതായി പറഞ്ഞിട്ടുള്ള സംഖ്യകളെ മുഴുവനും അതിക്രമിക്കും ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഭഗവത് തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ തത്വസംഖ്യകൾക്ക് പ്രസക്തി ഇല്ലാണ്ടാകും. എണ്ണമറ്റ നാമരൂപ വിശേഷണങ്ങളുള്ള നിന്നിൽ കപിലാദി വിദ്വാൻമാരാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തത്വസംഖ്യകൾ ഏത് തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ടാണോ ഇല്ലാതാവുന്നത്, ആ പരമസാക്ഷി സ്വരൂപനായ നിനക്ക് നമസ്കാരം. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിലകൊള്ളുന്ന ബോധസ്വരൂപനായ നിനക്ക് നമസ്കാരം. കാരണം ബോധമാകുന്ന മഹാവേദികയിൽ നടനമാടുന്ന നാടകമാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെ അര്യമാവ് ദേവേശനും സർവഭൂസൃഷ്ടാവുമായ പ്രഭുവിനെ വർഷപാലകന്മാരോടുകൂടി സ്തുതിച്ച് പാടി സേവിക്കുന്നു. അതുപോലെ, ഇപ്പം അര്യമാവ് സേവിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ ഉത്തര കുരുപ്രദേശങ്ങളിൽ യജ്ഞപുരുഷനായ ഭഗവാൻ വരാഹമൂർത്തിയെ ഭൂമിദേവി സദാ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് വരാഹ അവതാരമുണ്ടായത്. ആ ഭൂമിദേവി വരാഹത്തെ ഉത്തര കുരുപ്രദേശത്തിൽ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ദൈത്യസംഹാരത്തിനായി യജ്ഞവരാഹ രൂപം കൈക്കൊണ്ട ഹരിയെ വിധിയാം വണ്ണം പൂജിച്ചിട്ട് ഭക്തിയാൽ ആർദ്രമായ ഹൃദയത്തോടെ ഭൂമിദേവി ഇങ്ങനെ സ്തുതിക്കുന്നു. ഹൃദയം ആർദ്രമാകേണ്ടതായിട്ടുണ്ട് ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകാൻ. ആധ്യാത്മികത ഒരു വരട്ടുവാദമല്ല. അതിൽ ഈ ഭക്തിക്ക് പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. ഭക്തി ഹൃദയത്തെ ആർദ്രമാക്കുന്നതാണ്. പരമമായ സ്നേഹമാണത്. പരമമായ സ്നേഹമാണ് ഭക്തി. അപ്പോൾ സ്നേഹമുണ്ടാകുമ്പോൾ തന്നെ മനസ്സ് ആർദ്രമാകും. പരമമായ സ്നേഹമുണ്ടാകുമ്പോഴോ മനസ്സ് ആർദ്രമാകും. ആ ആർദ്രതയുള്ള മനസ്സോടുകൂടി വേണം ആധ്യാത്മിക സാധനകൾ ചെയ്യാൻ. അപ്പോൾ മാത്രമേ സാധന വേഗത്തിൽ ആവുകയുള്ളൂ. അതുകൊണ്ട് ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭൂമിദേവി ഭക്തിയാൽ ആർദ്രമായ ഹൃദയത്തോടു കൂടി യജ്ഞവരാഹമൂർത്തിയെ ഇങ്ങനെ സ്തുതിക്കുന്നു. ഇനി ഭൂമിദേവിയുടെ സ്തുതിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഭൂരുവാച, ഭൂമിദേവി പറഞ്ഞു: ഓം നമോ ഭഗവതേ മന്ത്രതത്വലിംഗായ യജ്ഞക്രതവേ മഹാധ്വരാവയവായ മഹാവരാഹായ നമഃ കർമ്മകുശലായ ത്രിയുഗായ നമസ്തേ. ഇത് വരാഹമൂർത്തിയെ സേവിക്കാൻ ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ മന്ത്രം ജപിക്കണം എന്നുണ്ടെങ്കിൽ. മന്ത്രം ജപിക്കണം എന്നൊന്നുമില്ല.
ഭാവത്തോടുകൂടി ഈ ദേവതയെ ധ്യാനിച്ചാൽ തന്നെ ഈ ഫലങ്ങളൊക്കെ കിട്ടും. വെറുതെ ഈ മന്ത്രങ്ങളും സ്തുതികളും ജപിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആർദ്രമായ ഹൃദയത്തോടു കൂടി വേണം ജപിക്കാൻ. അതുകൊണ്ടാണ് ഭക്തിയാൽ ആർദ്രമായ ഹൃദയത്തോടെ. വെറുതെ പൂജിച്ചിട്ട് സ്തുതിച്ചു എന്നല്ല പറഞ്ഞേ. വെറുതെ പൂജിച്ചാൽ അത് മെക്കാനിക്കലാകും. പൂജ പഠിച്ചിട്ട് പൂജിച്ചാൽ അത് മെക്കാനിക്കലാകും കുറച്ച് കഴിഞ്ഞാൽ. ആ മെക്കാനിക്കലായ പൂജ കൊണ്ട് ഒരു ഫലവുമില്ല. പൂജയുടെ കൃത്യതയിലല്ല, ഭാവത്തിൻ്റെ കൃത്യതയിലാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുക. പൂജയൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരിക്കാം. അതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അത് കാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ആർദ്രമായ ഹൃദയമുണ്ടാകണം. അത് അനിവാര്യമാണ്. ഇഷ്ടദേവതയോട്, ഇഷ്ടമുള്ള ഒരാളോട് സ്നേഹം ഉണ്ടാവുമല്ലോ. ഇഷ്ടദേവതയോട് ഭക്തി ഉണ്ടാകണം. ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടദേവതയാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? അപ്പോൾ അവിടെ ഡിഫോൾട്ടാണത്. ആ ഭാവം ഉണ്ടാകണം. ഭക്തിയാൽ ആർദ്രമായ ഹൃദയത്തോടു കൂടി വേണം. അപ്പം ഭക്തിയാൽ ആർദ്രമായ പരമസ്നേഹത്തോടു കൂടി, പരമമായ പ്രേമത്തോടു കൂടി ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചാൽ, സ്തുതിയൊന്നും വേണ്ട. സ്തുതി ആവശ്യമാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അത് പൊട്ടി പുറപ്പെട്ടു വന്നോളൂ, അത് മതി. പക്ഷെ അല്ല, മന്ത്രം വേണം എന്നുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒരു മന്ത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മന്ത്രതത്വങ്ങളാൽ ലക്ഷിതനും. മന്ത്രതത്വങ്ങൾ ഭഗവാനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. മന്ത്രതത്വങ്ങളാൽ മന്ത്രങ്ങളാലും തത്വങ്ങളാലും, തത്വം അറിയാൻ, ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാനുള്ളതും മന്ത്രം ജപിക്കാനുള്ളതും. മന്ത്രതത്വങ്ങളാൽ അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ തത്വം. മന്ത്രങ്ങൾക്ക് ഓരോന്നിനും ഓരോ തത്വമുണ്ട്. ആ മന്ത്രതത്വങ്ങളാൽ ലക്ഷിതനും, ലക്ഷ്യമാക്കപ്പെട്ടവനും, യജ്ഞമൂർത്തിയും അവയവനുമായ മഹാവരാഹമൂർത്തിക്ക് നമസ്കാരം. മഹായാഗാവയവം, ഭഗവാന്റെ അവയവം എന്ന് പറയുന്നത് മഹായാഗമാണ്. അപ്പം നമ്മൾ എന്തൊന്ന് ഉപയോഗിച്ചാണോ ഭഗവാനെ അറിയുവാൻ ശ്രമിക്കുന്നത് അത് ഭഗവാനാണ്. യാഗങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ അറിയാനാണ്. അപ്പം നമ്മൾ യാഗങ്ങളിലൂടെ ഭഗവാനെ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ അറിയുവാൻ നമ്മെ സഹായിക്കുന്നതാണ് യാഗങ്ങൾ. ആ യാഗങ്ങൾ ഭഗവത് അവയവങ്ങളാണ്. അതായത് ഭഗവാനിലൂടെ അല്ലാതെ ഭഗവാനെ അറിയാൻ സാധിക്കില്ല. യജ്ഞമൂർത്തിയും അവയവനുമായ മഹാവരാഹമൂർത്തിക്ക് നമസ്കാരം. കർമ്മകുശലനും ത്രിയുഗത്തിലും അവതരിക്കുന്നവനുമായ നിനക്ക് നമസ്കാരം. കർമ്മകുശലനാണ് ഭഗവാൻ. ഏറ്റെടുത്ത കാര്യം ഭംഗിയായി നിർവഹിക്കും, കൃത്യമായി നിർവഹിക്കും, സമയം കളയാതെ നിർവഹിക്കും. എന്തിനു വേണ്ടിയിട്ടാണോ വന്നത് അത് വന്ന പാടെ തന്നെ ചെയ്ത് പോവും. അല്ലാതെ തത്തിക്കളിച്ച് സമയം കളയുകയൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കർമ്മകുശലൻ എന്ന് വിളിക്കുന്നത്. കർമ്മകുശലനും ത്രിയുഗത്തിലും അവതരിക്കുന്നവനുമായ നിനക്ക് നമസ്കാരം. യുഗങ്ങൾ തോറും അദ്ദേഹം അവതരിക്കും. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നു, ജീവജാലങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം വേണ്ട പരിഹാരമായി ഭഗവാൻ അവതരിക്കും. ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ സംരക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം ഒന്നൊഴിയാതെ ഭഗവത് അവതാരത്തിന് കാരണമാണ്. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നേയില്ല എന്ന് വിചാരിക്കുക ദേവന്മാർക്കും മറ്റും. അപ്പോൾ അനാമികനും അരൂപനുമായ ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുക? നാം അമൂർത്തമായ പരമമായത് എങ്ങനെയാണ് മൂർത്തഭാവത്തോടു കൂടി വരിക? അപ്പോൾ അമൂർത്തമായത് മൂർത്തമാകണമെന്നുണ്ടെങ്കിൽ, അബ്സ്ട്രാക്റ്റ് ആയത് കോൺക്രീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവണം. പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരന് അവതരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈശ്വരാവതാരങ്ങൾക്കു കാരണമാകുന്നതാണ് പ്രതിസന്ധികൾ. അതുകൊണ്ട് പ്രതിസന്ധികൾ ഒരിക്കലും ദോഷങ്ങളല്ല. പ്രതിസന്ധികൾ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളാണെന്ന് പറയാൻ കാരണം പ്രതിസന്ധികളെ വേണ്ടതുപോലെ സമീപിച്ചാൽ അത് ഈശ്വരാവതാരത്തിന് കാരണമാകും. പ്രഹ്ലാദന് മാത്രമൊന്നുമല്ല ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക.
ദേവഹൂതിക്ക് മാത്രമൊന്നുമല്ല ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക, എനിക്കും നിങ്ങൾക്കും ഈശ്വരൻ പ്രത്യക്ഷപ്പെടും. എപ്പോൾ? പ്രതിസന്ധികളെ നേരിടുമ്പോൾ. ഇപ്പം ഈ ഓരോ പ്രതിസന്ധികളും ഈശ്വരാവതാരത്തിനുള്ള വഴികളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കർമ്മകുശലനാണ്, അദ്ദേഹം പ്രവർത്തന നിരതനാണ്. എവിടെയൊക്കെ പ്രതിസന്ധികളുണ്ടോ ആർദ്രമായ ഹൃദയത്തോടുകൂടി ആരൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ ഉള്ള ആഗ്രഹത്തോടു കൂടി വിളിക്കുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം പ്രത്യക്ഷപ്പെടും. അല്ലാത്തിടത്തും അദ്ദേഹം പ്രത്യക്ഷപ്പെടും. എല്ലാ പ്രതിസന്ധികളുടെ പരിഹാരത്തിലും ഭഗവത് അവതാരം ഉണ്ടാകും. പക്ഷേ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചറിയുന്നവൻ മുക്തനായി തീരും, അല്ലാത്തവൻ നട്ടം തിരിയും.